ഹലോ. അപ്പം നമുക്കിന്ന് ചിക്കൻ കറി വെക്കാം. അപ്പം കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനകത്തോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, ഉപ്പ് ഇത്രയും മസാലപ്പൊടികളെല്ലാം കൂടെ ഒന്ന് ചേർത്ത് പുരട്ടി ഒരു അരമണിക്കൂർ വെക്കാവേ. അപ്പം ആ സമയം കൊണ്ട് നമ്മുടെ സവോള അരിഞ്ഞ് വെക്കുക, വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ച് വെക്കുക, തക്കാളി ഒന്ന് അരിഞ്ഞ് വെക്കണേ. അപ്പം ആദ്യം തന്നെ എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ഓവറായിട്ട് ഫ്രൈ ആയി പോകരുത്, ജസ്റ്റ് കളറൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ നിറമാകണേ. ഓവറായിട്ടത് ഫ്രൈ ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കട്ടിയായിട്ട് വരുവേ. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കാവേ. എന്താണേലും ഫ്രൈ ചെയ്ത എണ്ണ നമുക്ക് മിച്ചം ഉണ്ടാകും. ആ എണ്ണയ്ക്കകത്തോട്ട് തന്നെ നമുക്ക് കടുക് വറുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചതും കൂടെ ചേർക്കാവേ. അതൊന്ന് വഴറ്റി, അതായത് ഒന്ന് ജസ്റ്റ് കളർ മാറുമ്പോഴത്തേക്ക് നമ്മുടെ സവോള അരിഞ്ഞ് വെച്ചതും കൂടെ ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ഇടാം. അതാകുമ്പോൾ വേഗം ഒന്ന് വഴണ്ട് വന്നോളുവേ ഉപ്പിട്ട് കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, ഈ 3 മസാലപ്പൊടിയും കൂടെ ഈ സവോള ഒന്ന് വഴറ്റി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ചേർത്തിട്ട് തക്കാളിയും കൂടെ ചേർത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണേ. തക്കാളി അന്നേരത്തേക്ക് വെന്തോളുവേ. അപ്പം അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ജസ്റ്റ് ആ ഉപ്പിട്ട് വെക്കുന്ന കറി ആയത് കാരണം ഒരു ശകലം പഞ്ചസാര ഒന്ന് തൂകുവാണെങ്കിൽ ഒരു മധുരവും കൂടെ വന്ന് ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അതിന്. നല്ല ടേസ്റ്റ് അങ്ങനെ വെക്കുമ്പോഴത്തേക്ക് കേട്ടോ. കുറച്ച് ലേശം. അപ്പം എന്നിട്ട് വെള്ളവും കൂടെ ഒഴിച്ച് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പം നമ്മുടെ ചിക്കൻ കറി റെഡി.